നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് പുതിയ സ്വപ്ന പദ്ധതികൾക്ക് തുടക്കമിടുന്നു. കാർഷിക ഉപകരണങ്ങളും പരമ്പരാഗത തൊഴിലുപകരണങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയാണ് പുതിയ കാൽവെപ്പ് നടത്തുന്നത്. റോക്കറ്റുകൾക്കും മിസൈലുകൾക്കുമായി എയറോസ്പേസ് ഹാമർ പദ്ധതിയും ഷൊർണൂരിന്റെ മുഖം മാറ്റുന്ന മെറ്റൽ പാർക്കുമാണ് ഒരുങ്ങുന്നത്. ISRO, ബ്രഹ്മോസ് പോലുള്ളവയ്ക്ക് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ചെറിയ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതാണ് പുതിയ എയറോസ്പേസ് പദ്ധതി. 7 കോടിയുടെ പദ്ധതിയിൽ ആദ്യഘട്ടമെന്ന രീതിയിൽ 2.50 കോടി സർക്കാർ നൽകി കഴിഞ്ഞു. ഈ തുക കൊണ്ട് കൂടുതൽ മെഷീനുകളും വാങ്ങിയിട്ടുണ്ട്. നിലവിൽ മെറ്റൽ ഇൻഡസ്ട്രീസിൽ ഉള്ളത് ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഹാമർ മാത്രമാണ്. 3 ടൺ വരെ ഭാരമുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഹാമർ ഇന്ത്യയിൽ നിന്ന് തന്നെ എത്തിക്കാനും തീരുമാനമായി. ഉപകരണങ്ങൾ ആവശ്യത്തിനനുസരിച്ച് അലുമിനിയം, സ്റ്റീൽ, ടൈറ്റാനിയം തുടങ്ങിയവയിൽ നിർമ്മിക്കുന്ന രീതിയിലാണ് പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇത്തരം സാധനങ്ങൾ നിർമ്മിച്ച് കയറ്റി അയക്കുന്ന കമ്പനികളുടെ എണ്ണം കുറവാണ്. അതിനാൽ തന്നെ ഈ മേഖലയിൽ മത്സരം കുറവായതിനാൽ നല്ല രീതിയിൽ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകാൻ കഴിയുമെന്നാണ് മെറ്റൽ ഇൻഡസ്ട്രീസ് ബോർഡിന്റെ വിലയിരുത്തൽ. തൃശൂർ അത്താണിയിലാണ് ഇത്തരത്തിലുള്ള മറ്റൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ബാക്കി 4.50 കോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് പദ്ധതിയുടെ അടുത്ത ഘട്ടവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. മെറ്റൽ ഇൻഡസ്ട്രീസിന് കീഴിലെ സർക്കാർ പെട്രോൾ പമ്പിന് സമീപത്തുള്ള 12 ഏക്കർ സ്ഥലത്താണ് പുതിയ പദ്ധതി ഒരുങ്ങുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ആശയങ്ങളും സംവിധാനങ്ങളും എത്തിക്കുക, കൂടുതൽ ബിസിനസ്സുകൾ ആരംഭിക്കുക, ഭാരതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ടൂറിസം സാധ്യതകൾ എത്തിക്കുക, ആയുർവേദത്തിന് കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും എത്തിക്കുക, കലാമണ്ഡലത്തെ ഉപയോഗപ്പെടുത്തി കലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, വള്ളുവനാട്ടിലെ സിനിമാ ലൊക്കേഷനെ പ്രയോജനപ്പെടുത്തി സിനിമാ മേഖലയിലേക്ക് പുതിയ കടന്നുവരവ് നടത്തുക തുടങ്ങിയവയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് പാർക്ക് ഒരുക്കുന്നത്. 12 കോടി രൂപയോളം വരുന്ന പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.